നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ആൻഫീൽഡിൽ പോയി പൊട്ടി വന്നിരിക്കുകയാണല്ലോ സാബി അലോൺസോയും കൂട്ടരും. ഈ കളി തോറ്റതിനെ കുറിച്ച് സാബി അലോൺസോയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? നമ്മളത് പരിശോധിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, തീർച്ചയായിട്ടും ഫസ്റ്റ് ഹാഫിൽ വളരെ നല്ല രൂപത്തിൽ തന്നെയാണ് ഞങ്ങൾ കളിച്ചത്, പക്ഷേ പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു. പിന്നെ ഈ മത്സരത്തിൽ ലാക്ക് ഓഫ് ഇൻറ്റൻസിറ്റി ഉണ്ടായോ എന്ന് ചോദിച്ചാൽ നോ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഞങ്ങൾ നന്നായിട്ട് തന്നെ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡിമാൻഡിങ് ഗെയിമായിരുന്നു. ടീമിനെ കുറിച്ച് മോശമായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് കുറച്ച് ആക്യുറസി നഷ്ടമായി ഫൈനൽ തേർഡിൽ. അത് മാത്രമാണ് എനിക്ക് ഇപ്പോൾ ഈ കളിയിലൊരു പ്രശ്നമായിട്ട് പറയാനുള്ളത്. പിന്നെ എൽ ക്ലാസിക്കോയുടെ സെയിം 11 എന്ന് ചോദിച്ചാൽ അത് അന്ന് എൽ ക്ലാസിക്കോയിൽ വർക്ക് ചെയ്തു, ഇന്നും അത് വർക്ക് ചെയ്തെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഓഫ് കോഴ്സ് ചില കാര്യങ്ങൾ ഞങ്ങൾ ഇനിയും ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നോക്കുക, ഞങ്ങൾ അൺനെസസറി ആയിട്ട് കുറേ ഫൗൾ ചെയ്തു, അത് ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അത് തന്നെയാണ്. പിന്നെ ഫെഡയുടെ കാര്യത്തിൽ അവന് കുറച്ച് ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 1 vs 1 1-on-1 ഡ്യുവൽസിൽ ഞങ്ങൾ അത്ര മികച്ച പ്രകടനമല്ല ഇന്ന് നടത്തിയത്. പക്ഷേ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ക്വാളിറ്റി ഞങ്ങളുടെ ബെഞ്ചിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തിയത്. ഇപ്പം ഏരിയയിൽ, അതായത് എതിരാളികളുടെ പെനാൽറ്റി ഏരിയയിൽ ഞങ്ങൾ അത്ര ഡേഞ്ചറസ് ആയിരുന്നില്ല. ഞങ്ങൾ മോശമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ഡ്യൂറിങ് ദി ഗെയിമിൽ ഞങ്ങൾ അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്ലേയേഴ്സ് ഞങ്ങൾക്ക് റൈറ്റ് ഫ്ലാങ്കിൽ കളിക്കാൻ പറ്റും. സോ ഓരോ മത്സരത്തിനനുസരിച്ചാണ് അവിടെ ഞങ്ങൾ ആരെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഏതായാലും പ്രഷർ ഉള്ള സമയത്ത് എങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എങ്ങനെ ഗോൾ കൺസിഡർ ചെയ്യാതിരിക്കാം എന്നുള്ളതാണ് പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ ഉള്ളൊരു എബിലിറ്റി ഞങ്ങൾക്കില്ലാതെ പോയി എന്നുള്ളതും തീർച്ചയായിട്ടും തിരിച്ചടിയായിട്ടുണ്ട്. പലതരത്തിൽ നമുക്ക് തോൽക്കാം, പക്ഷേ ഈ ഒരു പരാജയം എന്ന് പറയുമ്പോൾ മെട്രോപൊളിറ്റനോയിൽ അന്ന് അത്ലറ്റിക്കോയുടെ തോറ്റിൽ നിന്ന് വ്യത്യസ്തമാണ്. ടീം ഇവിടെ നന്നായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം സമർപ്പിച്ച് കളിച്ചിട്ടുണ്ട്, ആറ്റിറ്റ്യൂഡ് നല്ലതായിരുന്നു. പക്ഷേ ചില കാര്യങ്ങളിൽ ഒരല്പം വീക്കായിപ്പോയി, അത് ഇമ്പ്രൂവ് ആക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞത്. അതായത് കോച്ച് സാബി അലോൺസോ വലിയ രൂപത്തിൽ നിരാശനൊന്നുമല്ല, ഒറ്റ ഗോളിനാണ് പരാജയപ്പെട്ടിട്ടുള്ളൂ. ടീമിന് കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ഇമ്പ്രൂവ് ആവേണ്ട അവിടെ ഇവിടെ ചില കാര്യങ്ങളുണ്ട്, അത് ഇമ്പ്രൂവ് ആക്കിയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സാബി അലോൺസോ ഉള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.